കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിന് ബോംബ് ഭീഷണി. ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രിൻ പങ്കെടുത്ത എസൻസ് ഗ്ലോബൽ സമ്മേളന വേദിയിലാണ് ബോംബ് ഭീഷണി. പോലീസിനാണ് ഭീഷണി സന്ദേശം എത്തിയത്. അതിനിടെ തോക്കുമായി കയറിയ ആളെ കസ്റ്റഡിയിലെടുത്തു. ഉദയംപേരൂർ സ്വദേശി അജേഷാണ് പിടിയിലായത്. ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ്, രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിനാണ് ബോംബ് ഭീഷണി ഉണ്ടായിരിക്കുന്നത്. ബംഗ്ലാദേശി എഴുത്തുകാരി തസ്ലീമ നസ്രിൻ പങ്കെടുത്ത എസൻസ് ഗ്ലോബൽ സമ്മേളന വേദിയിലാണ് ബോംബ് ഭീഷണി എത്തിയിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ഇന്ന് 11 മണിയോടുകൂടിയാണ് ഭീഷണി ഉണ്ടാകുന്നത്. രാവിലെ 8:30ക്കാണ് നാസ്തിക സമ്മേളനം. ലോകത്തിലെ ഏറ്റവും വലിയ നാസ്തിക സമ്മേളനം എന്ന പ്രചാരത്തോടു കൂടിയായിരുന്നു നാസ്തിക സമ്മേളനം ലിറ്റ്മസ് 2025 എന്ന പേരിൽ കൂട്ടായ്മ സംഘടിപ്പിച്ചത് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഈ ഒരു സമ്മേളനത്തിൽ തസ്ലീമ നസ്രിൻ ഉൾപ്പെടെയുള്ള ആളുകളെ ക്ഷണിച്ചിരുന്നു. വൈകുന്നേരം അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കേണ്ടതാണ്. ഈ പരിപാടി പരിപാടി നടക്കുന്നിടത്തേക്കാണ് ഒരാൾ തോക്കുമായി എത്തിയത്. അത് അജേഷ് ആണ് എന്നിപ്പോൾ പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇയാളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഉദയംപേരൂർ സ്വദേശിയാണ്. ഉദയംപേരൂർ വിദ്യാധരൻ കൊലക്കേസിലെ മുഖ്യ സാക്ഷികളിൽ ഒരാളായിരുന്നു അജേഷ്. ശാസ്ത്രബോധവും ഒപ്പം തന്നെ ശാസ്ത്രബോധവും മാനവിക മൂല്യങ്ങളും ഉയർത്തിപ്പിടിക്കുക എന്ന ഒരു സന്ദേശം അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള ഒരു നാസ്തിക സമ്മേളനം ലിറ്റ്മസ് 2025 സംഘടിപ്പിച്ചത്. അതിലെത്തിയ ആളുകൾ വലിയ ഭീഷണി വിവിധ കോണുകളിൽ നിന്ന് ഈ ഒരു കൂട്ടായ്മയ്ക്കെതിരെ ഉണ്ടായിരുന്നു. പലതിനെയും ചോദ്യം ചെയ്യുന്ന മതപരമായ അനീതികളെ എല്ലാം തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടായ്മ എന്ന നിലയ്ക്ക് വലിയ ഭീഷണി അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കനത്ത പോലീസ് സുരക്ഷയിലും പോലീസ് പരിശോധനയിലുമായിരുന്നു ഈ സമ്മേളനം രാവിലെ ആരംഭിച്ചത്. രാവിലെ 8:30 ആരംഭിച്ചപ്പോൾ മുതൽ പോലീസ് അവിടെ കർശന പരിശോധനയിലായിരുന്നു. ഇതിനിടയിലാണ് ഇതിലേക്ക് കടന്നു വന്ന ആളുടെ കൈവശം തോക്ക് കണ്ടെത്തിയത്. എന്നാൽ ഈ തോക്ക് ലൈസൻസ് ഉള്ളതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കാനുണ്ട്. മാത്രമല്ല ഇയാൾ ഈ സംഘടനയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ ഭാഗമായി മറ്റോ കരുതിയതാണോ ഈ തോക്ക് എന്നത് സംബന്ധിച്ചും കൂടുതൽ വ്യക്തത വരണം. നിലവിൽ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫീസിൽ ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുകയാണ്. ഈ തോക്കിന് ലൈസൻസ് ഉണ്ടോ, മറ്റ് ലക്ഷ്യങ്ങളോടുകൂടിയാണോ തോക്കുമായി എത്തിയത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. ഇങ്ങനെ തോക്കുമായി ഒരാൾ എത്തി എന്ന് വ്യക്തമായതോടെ അതിനകത്തുണ്ടായിരുന്ന മുഴുവൻ ആളുകളെയും പുറത്തേക്ക് ഇറക്കി കൂടുതൽ ശക്തമായ പരിശോധന പോലീസ് നടത്തുകയായിരുന്നു. ഈ പരിശോധനയ്ക്ക് ശേഷം വീണ്ടും ആളുകളെ അകത്തേക്ക് കയറ്റി. ആദ്യം ബോംബ് ഭീഷണിയാണ് വന്നത് എന്നൊരു വിവരമായിരുന്നു പുറത്തു വന്നിരുന്നത്. ബോംബ് ഭീഷണിയാണ് എന്ന സൂചനകൾ ആയിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വിശദമായ അന്വേഷണത്തിലും പരിശോധനയിലാണ് അത് തോക്കുമായി വന്നതാണ് വന്നത്. ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് ബോംബ് ഭീഷണി എന്ന രീതിയിൽ പ്രചരിച്ചു. അത് ആളുകളെ ഭയചകിതരാക്കി. എന്നാൽ പിന്നീട് ഇയാൾ കസ്റ്റഡിയിലാണ് എന്ന് അറിഞ്ഞതിന്റെ ഘട്ടത്തിലാണ് ഇപ്പോൾ പരിപാടി വീണ്ടും തുടരാൻ ഉള്ള ഒരു തീരുമാനമെടുത്തത്. ശ്രീജിത്ത് പണിക്കർ ഉൾപ്പെടെയുള്ള ആളുകൾ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ അടക്കം ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. അതിന്റെ സംവാദ പരിപാടിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം എത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു പരിപാടിയിലേക്കാണ് തോക്കുമായി ആളെത്തിയത്. ഇതിലെ ദുരൂഹതകൾ ഇനി പ്രധാനമായും നീങ്ങേണ്ടതുണ്ട്. ശരി.